ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മസ്ക ബണ്ണിൻ്റെയും ഇറാനി ടീയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം മസ്ക ബൺ റെഡിയാക്കി എടുക്കാം. മസ്ക ബണ്ണിലേക്കുള്ള ക്രീം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതാദ്യം നമുക്ക് വിസ്ക് വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം. നമ്മളിപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതുപോലെ മെൽറ്റായി വരാൻ നല്ല പാടായിരിക്കും. ഇപ്പോൾ ബട്ടർ നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിന് കറക്റ്റൊരു മെഷർമെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വാനില എസൻസും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ബണ്ണിനുള്ള ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബണ്ണിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ബണ്ണെടുത്ത് മിഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബണ്ണെടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ക്രീം ആവശ്യമാണോ അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇനി നമുക്ക് ബണ്ണൊന്ന് ക്ലോസ് ചെയ്ത് ബണ്ണിൻ്റെ സൈഡ്സിലും കൂടെ ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസ്ക ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബണ്ണിലും നമുക്ക് ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബണ്ണിലും ക്രീം അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ടീ റെഡിയാക്കാം. ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒരു സോസ് പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലോട്ട് 4 ഏലക്കായ പൊടിച്ചതും 2 കരയാമ്പൂവും 2 പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം സ്ട്രോങ് ചായയാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തന്നെ ചായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടിക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ അട്ടയെല്ലാം വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ചായയിൽ ചായപ്പൊടി മസാല ഫ്ലേവർ എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാകും. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പാലും നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. പാലൊന്ന് തിക്കായി വരുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാലെല്ലാം വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ നമ്മുടെ ചായ ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് 1/2 പോർഷൻ
ചായ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് കാച്ചി വെച്ചിട്ടുള്ള പാലും കൂടെ ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇറാനി ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്